ജ്യോതി വന്നില്ല, തീയു വന്നില്ല, ഒരു മണ്ണാങ്കട്ടേ വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാ ഇങ്ങോട്ട് വന്നാന്നറിയാവോ? ഓടി ഓടി വരുമ്പോ ഒരു ആന. പക്ഷെ ഞാൻ രക്ഷപ്പെട്ടു. അതെങ്ങനെ? ആന ഇവിടെ കണ്ട് ഓടിക്കാണും. എനിക്ക് വിശക്കുന്നു. കൊരങ്ങാ, കോഴിന്റെ മണം. അത് പുറത്തവിടെ കോഴി ഓടി കിടക്കുന്നുണ്ട്. അതായിരിക്കും. അല്ലല്ല, വെച്ച കോഴിന്റെ മണം. അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്ന കോഴി ഇറങ്ങി ഓടിയതായിരിക്കും. പോയി പാടറി പെണ്ണേ. ഇത് ഞാൻ എടുക്കണേ. എന്നാലേ ബൈ. ഉടച്ചേട്ടാ പോയി. ഇവിടെ കോഴി ഉണ്ടായിരുന്നു. 3 കാലം, 3 കാല്, 2 കാലം, ഒരു ഹൃദയവും. ഒരു കാലെങ്കിലും തരോ? ഇല്ല. പോയി. കഴിച്ചിട്ട് വിശപ്പ് മാറിയെങ്കിൽ തരാം. ശരി. എന്താ നന്ദിനി തമ്പുരാട്ടിക്ക് വേണ്ടത്? എനിക്ക് ഇത് കിട്ടി. പാട്ട് പാടണ്ടേ നന്ദിനിക്കുട്ടി? ആ പാട്ട് പാടണം. ചിങ്ക് ചക്കിടി ചിക്കാൻ ചാച്ചാ. ഊട്ടി പട്ടണം അല്ലേ? കയ്യിൽ പിടിച്ചോണ്ട് പാടാൻ പറ്റുമോ? ഇല്ല, ഇപ്പൊ തന്നെ കൈ വേദന. കൈ വേദനയോ അതോ വായില് വെള്ളം നിറഞ്ഞ്? മീനോട്ടിന്റെ സന്തോഷം നോക്ക്. ഇവിടെ കോഴി കഴിക്കാത്തത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ കറക്റ്റാ, നമുക്ക് 3 പേർക്കുള്ള കാലുണ്ട്. അപ്പൊ ഇനി കുഴപ്പമില്ല. പോരട്ടെ, ഡീറ്റെയിൽസ്. മൂവി കിലുക്കം, ഇയർ 1991. Music composer SP Venkatesh sir, lyricist Bichu Tirumala sir, singers Chitra Amma, MG sir and SP Balasubramaniam sir. Yes. 3 പേര് ചേർന്ന് പാടിയ പാട്ട് ഒറ്റയ്ക്ക് പാടാൻ പോവാണ്. Yes. അപ്പോൾ all the best. Thank you. ചിങ്ക ചക്കിടി ചിക്കാൻ ചാഞ്ച. ആ ചിങ്ക ചക്കിടി ചിക്കാൻ ചാഞ്ച.
സൂപ്പർ സൂപ്പർ അടിപൊളി. അടിപൊളി. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഇല്ല, 3 പേര് പാടിയ പാട്ട് ഒറ്റക്ക് പാടി ഒറ്റയ്ക്ക്. തകർത്ത് തിമിർത്തിരിക്കുക അവിടെ. ഇത് വെറും പട്ടി ഷോ അല്ല, സ്പെഷ്യൽ പട്ടി ഷോ. ഇതൊരു സ്പെഷ്യലാണ്. സ്പെഷ്യൽ, താങ്ക് യു വെരി സ്പെഷ്യൽ. താങ്ക് യു. ഈ ബാംഗ്ലൂർ എന്നുള്ള ആൾക്കാർക്ക് മാത്രമാണോ ഈ പാട്ട് പാടാൻ പറ്റുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. നമ്മുടെ സീസൺ 1 അതിഥി. അതിഥി ഇതേ രീതിയിൽ തന്നെ അന്ന് കൊണ്ടുവന്നത്. അതെ, ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് 2ാമത്തെ ആള് ശ്രീയ. താങ്ക് യു. ശ്രീക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റൂ? പറ്റും. അത് തെളിയിച്ചു. പ്രിയയുടെ ഈ മുഖം ആദ്യമായിട്ടാണ് കാണുന്നത്. അതാണ് അതെ, ഈ മുഖം. താങ്ക് യു. 35 വർഷമായിട്ട് എന്നെ തെറി വിളിച്ചോണ്ടിരിക്കല്ലേ? ഞാനോ? അല്ല, കിലുക്കത്തിലെ കാര്യം പറഞ്ഞ ഓ, ഇനി എല്ലാ തെറിയും അങ്ങോട്ട് ഞാൻ വിളിച്ചോ വെച്ചോ. ഡയലോഗ് അതെ, അതെ. ഭയങ്കര ബ്യൂട്ടിഫുൾ ഡയലോഗ്സ് ഉള്ള ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അതെ, അതെ, അതെ. പ്രിയദർശൻ ചേട്ടന്റെ. മറക്കാൻ പറ്റൂല. അതുപോലെ മറക്കാൻ പറ്റാത്ത ഒരു പെർഫോമൻസ് ആണ് മോളുടെ. താങ്ക് യു. Yes. താങ്ക് യു. അതിലൊരു ട്രാൻസിഷൻ ഉണ്ട്, വേറൊരു മൂഡിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുപോകുന്ന ഒരു ട്രാൻസിഷൻ ഉണ്ട്. അത് ആണ് പാട്ടുകാരിക്ക് ഏറ്റവും അധികം വേണ്ടത്. നമ്മൾ മെലഡീസ് അവതരിപ്പിച്ചിട്ടുണ്ട്, വേറെ പലതും അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് ആദ്യമായിട്ടാണ്. യെസ്. അപ്പൊ ആ ആദ്യം എന്ന് പറയുന്നത് അത് കലക്കി. താങ്ക് യു. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് കലക്കി കപ്പയിട്ടു എന്ന് പറയും. മാത്രല്ല ഇതിന്റെ ലിറിക്സ് പഠിക്കാൻ ഭയങ്കര പണിയുണ്ടത്. അതാണ് എനിക്ക് ഞാനിങ്ങനെ ആലോചിക്കാം, പുട്ടുപോലെ ഇങ്ങനെ പാടി 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 പോവാ. ഇതൊരു 65 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, ഈസിലി പാടി. മാത്രമല്ല ആ വോയിസ് എഫക്ട്സ് ഒക്കെ ഉണ്ടേ, അത് കറക്റ്റ് സമയത്ത് അതാണ്. അതിലുള്ള പോലെ തന്നെ. അതും ഇങ്ങ് വന്ന് ഫുൾ നമ്മളെ നോക്കി പാടി നടന്നോണ്ട് ഇങ്ങനെ ചില്ലായി പോവാ. ശ്വാസമുണ്ട്, ശ്വാസം അതെ. അതൊക്കെ പാടിക്കൊണ്ട് ശ്വാസം എടുക്കാനുള്ള സമയം. ശ്വാസം എടുക്കാൻ സമയമില്ല. കാരണം 3ാമത്തെ ആള് പാടുന്നു, അതിനിടയിൽ 2ാമത്തെ ആള് പാടുന്നു, അതിനിടയിൽ കൊറേ ഹോയും പാടുന്നു. ഇടയില് അതിനിടയിൽ ഒരു ക്ലാസിക്കൽ. ഒരു ആകാരം. അതെ, അതെ. അത് ക്ലാസിക്കൽ ആണ്, ക്ലാസിക്കൽ. അതെ, അപ്പൊ ക്ലാസിക്കൽ നന്നായിരുന്നു. അതിനിടെ ഊട്ടി പട്ടണം, അത് തമിഴെല്ലാം നല്ല വന്നത്, ரொம்ப നല്ല വന്നത്. അതെ, ഇതൊരു വൈബാണ്, ഒരു മൂഡാണ്. അപ്പൊ അത് കൊണ്ടുവരാന്ന് പറയുന്നത് ഈസി അല്ല മോളെ. ഐ എം സോ ഹാപ്പി ദാറ്റ് യു കുഡ് ഡു ദിസ്. താങ്ക് യു. യാ, കീപ് ഡൂയിങ് ദിസ്. ഓക്കേ, സന്തോഷം കൊണ്ട് മേശടിച്ച് പൊട്ടിച്ചു ഇനിയും പൊട്ടിക്കും. മിടുക്കി. അങ്ങനെ തന്നെ ചെയ്യണം. ഇവിടെ ഒന്നും ബാക്കി ഉണ്ടാവും, തകർത്ത് തരിപ്പണം വരെ പാടിക്കൊണ്ടിരിക്കണം. കിഡിലാണ് കേട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മൈ ഫേവറേറ്റ് പെർഫോമൻസ്. താങ്ക് യു. മധുങ്കളുടെ കയ്യിൽ നിന്ന് ചിക്കൻ വാങ്ങിച്ച് നല്ല സ്ട്രോങ് ആയിട്ടാണ് ശ്രീകുട്ടി ഇന്ന് പാടിയത്. അതിന്റെ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ. നല്ല മണം. ദേ, കണ്ടോ, അതേപടി തന്നെ. ഈ ലിറിക്സ് പഠിച്ചത് തന്നെ ഭയങ്കര കാര്യാട്ടോ. എത്ര ദിവസം എടുത്തു? അങ്ങനെ പഠിക്കാനായിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ ജസ്റ്റ് പാടി പാടി അങ്ങ് ബൈഹാർട്ട് ആയതാണ്. ആ ഒരു ഫ്ലോയിൽ അങ്ങ് പഠിച്ചു പോയില്ലേ? പിന്നെ മീനിങ് ഒക്കെ ഞാൻ റൈക്കയുടെ അച്ഛനോട് ചോദിച്ചു. ആഹാ, തമിഴ് അങ്ങനെ പഠിച്ചല്ലേ? പാടാൻ തന്നെ ഭയങ്കര ഫണ്ണാണ്, എനിക്ക് ഭയങ്കര ആ ഇഷ്ടമായി. ഫണ്ട് ഇങ്ങോട്ടും കിട്ടി എന്നുള്ളതാണ്. ഇതുവരെ ഞാൻ പാടിയതിലൊക്കെ എന്റെ ഫേവറേറ്റ് സോങ് ആണിത്. യെസ്, വളരെ ഡിഫറെന്റ് ആയി, നല്ല ആറ്റിറ്റ്യൂഡ്, വേറെ തന്നെ ഒരു സ്റ്റേജ് പ്രസൻസ് കാണാൻ പറ്റി. ഇന്നാണ് ആക്ച്വലി ശ്രീകുട്ടിയുടെ ആ ഒരു തനി രൂപം പുറത്തു വന്നത്. വിശ്വരൂപം അല്ലേ മോചേട്ടാ? അത് മാത്രല്ല മതങ്ങളെ, അമ്മ ഒരു ലക്കി ചാമാണെന്ന് തോന്നുന്നു. അമ്മ വരുമ്പോ ഒക്കെ ഇങ്ങനെയല്ലേ അല്ലെ? അമ്മ വരുമ്പോ ഒക്കെ ഒരു നല്ല പാട്ട് വരാറുണ്ട്. അപ്പൊ അമ്മയെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരട്ടെ, അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ ഉണ്ടാവട്ടെ, പോണ്ട. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ചിക്കൻ കഴിക്കൂല, പക്ഷെ പൊരിച്ച കോഴീന്റെ മണം അത് ഇങ്ങനെ ഞാൻ വന്നോണ്ടിരിക്കും. കഴിക്കാം. മണം ആസ്വദിക്കാം. മണം ആസ്വദിക്കാം. ഇനി ഞാൻ ട്രസ്റ്റ് ചെയ്യില്ല മീനൂട്ടില്ല. കഴിക്കാന്ന് ഇപ്പല്ലേ പറഞ്ഞേ? ഇല്ല, അത് ഞാൻ ചെയ്യില്ല. നീ തന്നാലേ കഴിക്കും. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ട് ഞങ്ങൾക്കിടയിൽ. അത് വിലങ്ങ് വെക്കും. അതെ, അങ്ങനെ കക്കുന്നവരൊക്കെ പിടിക്കാനാണ് ഈ സാധനം ഇവിടെ വെച്ചേക്കുന്നത്. സ്വയം അങ്ങ് വെക്കുക. യെസ്. അപ്പൊ ശ്രീകുട്ടി, യെസ് സർ. എനിക്ക് വളരെ 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 ഇഷ്ടപ്പെട്ടു. കാരണം ഇതുവരെ കാണാത്ത ശ്രീകുട്ടിയാണെന്ന് നമ്മൾ കണ്ടത്. താങ്ക് യു. ഇത്ര സ്മാർട്ടാണെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അതെ, അത് ആദ്യത്തെ അടി കിട്ടിയപ്പോഴാണ് ബോധം വന്നത്. അതെ, ഇത്ര സ്മാർട്ടായിരുന്നു നമ്മുടെ ശ്രീകുട്ടി. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വന്ന് വീണ പോലെയായിരുന്നു. മതങ്ങളെ പുറത്ത് ഒറ്റ അടി വീണത്. അപ്പൊ എന്തായാലും കൊള്ളാം, ആ അടി കൊള്ളാം, നന്നായിട്ടുണ്ട്. എനിക്ക് പാടിന്റെ ഇവിടെ ഇങ്ങനെ 5 പേര്. ഞാൻ ഓയിൻമെന്റ് തരാം. അതിന് അത് എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി രാകേഷ് ഒരു 4-5-6 തന്നെ എന്നെ തല്ലി. അതെ. എന്തായാലും കൊള്ളാം. അപ്പൊ ഇങ്ങനെ ഇതുപോലെ ഫ്രീ ആയിട്ട് വെറൈറ്റി പാട്ടുകളായിട്ട് വരൂ. പിന്നെ ഈ പാട്ട് ശരിക്കും മനസ്സിലായി,
ആസ്വദിച്ച് പഠിച്ച പാട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പാടാൻ പറ്റിയത്. അത് അങ്ങനെ തന്നെ അരച്ച് കളിക്ക് കുടിച്ചിട്ടുണ്ട് ഈ പാട്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ പാടാൻ പറ്റില്ല. എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പാളിപ്പോവും. 3 പേര് പാടുന്ന പാട്ട്, അത് 3 പേര് ഇടയ്ക്ക് ഓരോ വോയിസ് എഫക്ട്സ് ഇട്ടിട്ടുണ്ട്. മറ്റേ ആമാ ആമാ എന്നൊക്കെ പറഞ്ഞല്ലേ, ക്ലാസിക്കൽ ഹമ്മിങ്, അങ്ങനെ പിന്നെ വോയിസ് മോഡുലേഷൻസ്, പല തരത്തിലുള്ള വോയിസ് മോഡുലേഷൻസ് ഉണ്ട് ഇതില്. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് പാടി. നന്ദിനി തമ്പുരാട്ടി കലക്കി. അതെ, തൃപ്പൂണിത്തുറയിലെ തമ്പുരാട്ടി കുട്ടിയെ അല്ലേ? പാട്ട് മറിച്ചിട്ട്. അതെ, കൊള്ളാം, സൂപ്പർ. താങ്ക് യു. അപ്പൊ എത്ര മാർക്ക് വേണം? ഇത്രയ്ക്ക് ആയ സ്ഥിതിക്ക് ഒരു ചിക്കൻ പീസ് എന്നാൽ റെക്കമെൻഡ് ചെയ്യാം. ഇവിടെ 3 കാലുള്ള ഒരു കോഴീനെയാണ് വറുത്ത് വെച്ചിരിക്കുന്നത്. മുക്കാല കോഴി. പൊറോട്ടയും ചിക്കൻ ഫ്രൈയും വേണോ അതോ മാർക്ക് വേണോ? മാർക്ക് മതി എന്നാല്. ആണോ? അപ്പൊ അത് മറ്റേതിരിക്കുന്നില്ല. അല്ല അത് ഞാൻ മാർക്ക് വാങ്ങി കഴിഞ്ഞിട്ട് അവിടെ പോയി കഴിച്ചോളൂ. അയ്യടാ. എന്നാ നമുക്കൊരു കണ്ടീഷൻ വെക്കാം. മാർക്ക് തരാം, പക്ഷെ ഇന്ന് കഴിക്കാൻ പാടില്ല. ഇന്ന് ഓക്കെ, രാത്രി എന്നാ ഇവിടെ തന്നെ വെക്കണേ, ആരും കഴിക്കരുത്. അല്ല, ഞങ്ങക്ക് കഴിക്കാം. അപ്പൊ അവർക്ക് കഴിക്കാം. നമുക്ക് കഴിക്കാം. മാർക്ക് ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റില്ല, കഴിച്ചാൽ മാർക്ക് കിട്ടില്ല. ഏത് എന്നാ മാർക്ക് മതി. മാർക്ക് മതി, കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. മാർക്ക് മതി. ഞാൻ അമ്മേനോട് വാങ്ങിത്തരാൻ പറഞ്ഞതാ. അത് പോയിന്റ്. ഓക്കെ, ഒരു 100-ൽ 200 ആണെങ്കിലോ? ഓക്കെ 300 ആണെങ്കിലോ? ഓക്കെ 400 ആണെങ്കിലോ? ഡബിൾ ഓക്കെ. 500 ആണെങ്കിലോ? ട്രിപ്പിൾ ഓക്കെ. 5 times okay. It is going to be 500 on 100. No. I'm with some paratha and chicken. Yes. 3 ചിക്കൻ കാലുള്ളത് കൊണ്ട് 100 ആണ് 100. ഒരു തകര, ഒരു മധുരമല. And paratha and chicken. പട്ടണം പൊട്ടി കട്ടണം സൊന്ന വാട്ട എങ്ക കട്ടള സിംഗ കട്ടള സുമ്മാ ഇരട്ട. നിനക്കിന്ന് മൊത്തത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അലശ്രീ ഒരെണ്ണൊക്കെ തൊപ്പിനുള്ളിൽ എടുത്തിട്ട് ഇങ്ങനെ ഇന്ന് ഇട്ടോ. മറ്റേ നന്ദിനിക്കുട്ടി കയറിയേക്കാ. അതുകൊണ്ടാ അമ്മ പാവോടെ സങ്കടപ്പെട്ടിരിക്കുക. ഇവിടെ ഒരാള് പെറുക്കി സന്തോഷ കണ്ണീരാട്ടോ, കണ്ണുനീരൊക്കെ വന്ന്. നമ്മുടെ ശ്രീയക്കുട്ടിയാണ് കേട്ടോ ഇന്നത്തെ പെർഫോമർ ഓഫ് ദ ഡേ. കൊടുക്കാം ഗിഫ്റ്റ്. Yes. ആര് വരണം? ആര്യ ചേച്ചി. പല്ല് തേക്കണം. വിലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. ചോക്ലേറ്റ് എവിടെ വെച്ചു? അതിന്റെ ഉള്ളിലിട്ടു. അതെപ്പോ ഇട്ടു? എന്റെ അതൊക്കെ ഞങ്ങൾ ഡീൽ ചെയ്തു. ബാംഗ്ലൂരിൽ എങ്ങനെയാണല്ലോ. അതെ. മിടുക്കി. കൺഗ്രാറ്റുലേഷൻസ്. Okay, സുഖമായി പോയി കിടന്നുറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. Congrats. Bye.